CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ 175 കോടിയുടെ അഴിമതി നടന്നു എന്നാണ് SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസ്, ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. CMRL ചെലവ് പെരുപ്പിച്ച് കാണിച്ച് അഴിമതി പണം കണക്കിൽപ്പെടുത്തിയെന്നാണ് അവരുടെ കണ്ടെത്തൽ. ഈ വലിയ അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വെല്ലുവിളിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സങ്കല്പത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അഴിമതിയാണിതെന്നും CMRLന്റെ പണം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് വരെ ലഭിച്ചിട്ടുണ്ടെന്നും അതിന് ചില തെളിവുകൾ കണ്ടെത്തിയെന്നും SFIO നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ദി ഫോർത്ത് എന്ന ചാനലിൽ വന്ന വാർത്തയിൽ പറയുന്നത് CMRL നടത്തിയ അഴിമതിയും അതിലൂടെ കോടിക്കണക്കിന് രൂപ ഭീകര സംഘടനകൾക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ഈ വാർത്തയ്ക്കുള്ള തലക്കെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സാലോജിക് മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് ആ വാർത്ത കണ്ടാൽ തോന്നുന്നത്. അന്ധമായ CPM വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള വിദ്വേഷം, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദ ഫോർത്ത് എന്ന ഓൺലൈൻ ചാനൽ ഇങ്ങനെ വാർത്ത നൽകുന്നത്. CMRL മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കള്ളപ്പണമായി കൊടുത്തതും വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ കണക്കിൽ കയറ്റിവെച്ച ആ മാധ്യമ പ്രവർത്തനം ഗംഭീരം തന്നെയാണ്. ഇതുവരെ 1.72 കോടി രൂപ മാത്രം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിന്റെ പേരിൽ, അതും അക്കൗണ്ടിലൂടെ കിട്ടിയതിനെ മാസപ്പടിയായി ചിത്രീകരിച്ചവർക്ക് ഇപ്പോൾ അത് 185 കോടിയുടെ അഴിമതിയായി മാറിയിരിക്കുന്നു. ഇതേ കമ്പനിയിൽ നിന്നും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും 135 കോടിയിൽ പരം കള്ളപ്പണമായി കൈപ്പറ്റിയത് ഒരിക്കലും ചർച്ചയാകുന്നുമില്ല. തീർച്ചയായും വീണ വിജയൻ ഈ വാർത്തക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ 185 കോടിയുടെ CMRL എക്സാലോജിക് ഇടപാട് എന്ന തലക്കെട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. SFIO കൊടുത്ത പത്രക്കുറിപ്പിൽ പോലും വീണ വിജയന്റെ പേരേ ഉള്ളൂ. ബാക്കിയുള്ള 182 കോടിയുടെ കണക്കുകൾ അവർക്കും വിഷയമല്ല. ആ കാശ് മേടിച്ച് നക്കിയവർക്ക് പേരും നാളും ഒന്നുമില്ല. നിയമപരമായി വീണ വിജയനോ മുഖ്യമന്ത്രിയോ നീങ്ങിയില്ലെങ്കിൽ അത് എതിരാളികളുടെ ആരോപണത്തിന് ശക്തി കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. വ്യക്തിഹത്യ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം തെറ്റായ വാർത്തകൾ ചോദ്യം ചെയ്യപ്പെടണം. സാറ്റലൈറ്റ് ചാനലാകാൻ കാത്തിരുന്ന അവസാനം ഓൺലൈൻ ചാനലായി ഒതുങ്ങിപ്പോയ ഒന്നാണ് ദ ഫോർത്ത് എന്നത്. ഒരു കണക്കിന് അത് നന്നായി എന്നാണ് തോന്നുന്നത്. ഒരു മുഖ്യധാര വാർത്താ ചാനലായി ഇവർ വന്നിരുന്നെങ്കിൽ ഇത്തരം വ്യാജ വാർത്തകളുമായി ഇവർ കേരളത്തെ മൊത്തത്തിൽ നാണം കെടുത്തിയേനെ.